കാസർകോട്ട് SI വീട് കയറി ആക്രമിച്ചതായി പരാതി. ബേക്കൽ സ്റ്റേഷനിലെ SI അജയ് എസ് മേനോനെതിരെ കാട്ടർമൂല സ്വദേശി കണ്ണനാണ് പരാതി കൊടുത്തത്. SI ആളുമാറിയാണ് ആക്രമിച്ചതെന്നും പരാതിക്കാരൻ പറയുന്നു. കുടുംബത്തിന് മുന്നിൽ വെച്ച് ആക്രമിച്ചെന്നും പോലീസുകാരനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എന്നുമാണ് പരാതിക്കാരൻ വ്യക്തമാക്കുന്നത്. അർച്ചന രവീന്ദ്രൻ ഇപ്പോൾ പരാതിക്കാരന്റെ വീട്ടിലുണ്ട്. അർച്ചന, കാസർഗോഡ് ഈ ബേക്കൽ സ്റ്റേഷനിലെ SI അജയ് എസ് മേനോൻ ഈ കണ്ണന്റെ വീട്ടിലേക്ക് എത്തിയത് ഏത് കുറ്റകൃത്യത്തിന്റെ ഭാഗമായാണ്? എന്തായിരുന്നു വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്? സുജിയ, കഴിഞ്ഞ മാസം 26-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയായിരുന്നു അക്രമം നടത്തിയതെന്നാണ് ഇപ്പോൾ ഈ പരാതിക്കാരൻ ഉന്നയിക്കുന്നത്. ഈ ഒരു ബേക്കൽ സ്വദേശി കണ്ണൻ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. കണ്ണൻ തന്നെ, ചേട്ടാ എന്തായിരുന്നു സംഭവം? പിന്നെ ഞാൻ ജോലി കഴിഞ്ഞ് ഇവിടെ വീട്ടിലെത്തുമ്പോൾ വീടുന്ന തന്നെ SI പിടിക്കുന്നത് പുറത്ത് ഈ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന്. പോലീസ് വണ്ടി ഇങ്ങോട്ട് വരുന്ന കണ്ടായിരുന്നു. ഞാൻ തിരിക്കാൻ വരുന്നു പറഞ്ഞിട്ട് ആ ഗേറ്റും കുറച്ചിങ്ങോട്ട് എത്തി മോളോട് പറഞ്ഞ് ആ സ്റ്റൂലൊന്നും എടുത്ത് മാറ്റുമ്പോൾ മോള് സ്റ്റൂലും എടുത്ത് മാറ്റി ആ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പിടിച്ച് തന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. പിടിച്ചിട്ട് ഇങ്ങനെ ഷോൾഡർ കൈ വെച്ച് കൊണ്ടുപോയി പുറത്തേക്ക് എത്തുമ്പോൾ അയാളെ സ്വഭാവം മാറി. കോളർ പിടിച്ച് വലിക്കാൻ കഴിഞ്ഞു. കോളർ പിടിച്ച് 9 മനക്കേറുടെ ജീപ്പിലേക്കാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം എൻ്റെ മോള് പറഞ്ഞു, സാറേ എൻ്റെ അച്ഛൻ ഇപ്പം സർജറി ചെയ്ത വീട് സാററിഞ്ഞ് മോളും മാഞ്ഞുകൊണ്ട് ഓടി വന്ന അവിടത്തേക്ക്. അച്ഛന്ന് വിളിക്കുമ്പോൾ തന്നെ അയാൾക്ക് ആൾ മാറിയെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ തന്നെ വിട്ടാൽ മതിയല്ലേ അയാൾക്ക്. എന്നിട്ടും വിട്ടില്ല. എന്തിനാണ് നീ എന്നെ കാണുമ്പോൾ ഓടിയെന്ന്. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഓടിയിട്ടില്ല, എനിക്ക് ഓടാൻ നടക്കാൻ പോലും കഴിയുന്നില്ല. SI പോലീസുകാരൊന്നും ചെയ്തില്ല. പോലീസുകാർ ജീപ്പിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവർ വന്നിട്ടുമില്ല എൻ്റെ അടുത്ത്. അയാളെന്നെ എന്തോ ഒരു ബൈരമുള്ള മാതിരിയാന്ന് പിടിച്ചിന്. ഒരു സാധാരണ ഒരു കുറ്റവാളിയോട് പോലും അങ്ങനത്തെ ഒന്നും കാണിക്കാൻ പാടില്ല. ആള് മാറി അല്ലല്ല, അത് പറഞ്ഞേക്ക്. പിന്നെ ഞാൻ അങ്ങനെ പിടിച്ചുകൊണ്ട് ജീപ്പിലൊക്കെ വലിച്ച് എറിയ അയാൾ. അന്നേരം ഇയാൾ ഞാൻ ചോദിച്ചു, എന്താ സാർ സംഭവം പറയാം, നിങ്ങൾ എന്തിനാ എന്നെങ്ങനെ ഉപദ്രവിക്കുന്നത്, പേരൊക്കെ പറ, നിങ്ങൾ എന്ത് സംഭവം എന്ന് പറയാം. അന്നേരം പറഞ്ഞു, നീ അസുർപ്പല്ലടാ കള്ള എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ആൾ മനസ്സിലായി. ഞാൻ സാറേ ഞാൻ അസുർപ്പല്ല, ഞാൻ കണ്ണനാ. ഞാൻ ഇപ്പം ജോലി കഴിഞ്ഞ് വരുന്നത് എൻ്റെ വീട്ടിൽ കയറാൻ വരെ വിട്ടിട്ടില്ലാന്ന്. പുറത്തുനിന്ന് തന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് എന്നിട്ട് അന്നേരം എന്നെ വിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു, പോലീസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന് എന്ത് തോന്നിയ ദിവസം കാണിക്കാമെന്നാ. അതൊരു സംഭവം പറഞ്ഞായിരുന്നു. അതാ പോലീസ് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ സമയത്ത് മകള് കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു, വീട്ടിലുണ്ട്. അപ്പോൾ വീട്ടുകാരുടെ മുന്നിൽ വെച്ചായിരുന്നു ഒരു ആക്രമണം നടത്തിയത്. അതെ, ഞാനും എൻ്റെ 2 മക്കളും എൻ്റെ നാത്തൂനും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പിടിച്ചു കൊണ്ടുവന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അത് എൻ്റെ അച്ഛനാണ്, അച്ഛന് ബൈപ്പാസ് സർജറി കഴിഞ്ഞ ആളാണ്, അപ്പോൾ ദേഹത്ത് തൊടല്ലേന്ന് പറഞ്ഞു. SI അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനൊരു കാര്യം കൂടി പറഞ്ഞു, സാറേ ഞങ്ങൾ ട്രൈബൽസ് ആണ്, അപ്പോൾ ഞങ്ങളെ മേത്ത് തൊടണമെങ്കിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾ ആദ്യം പറയണം, എന്നിട്ട് മാത്രം മേത്ത് കൈവച്ചാൽ മതി പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നിട്ട്, നീ ആദിവാസിയാണോടാന്ന് ചോദിച്ചുകൊണ്ടാണ് പിന്നെയും പിടിച്ച് വലിക്കുന്നത്. എന്നിട്ടും വിട്ടിട്ടില്ല. പിന്നെ അയൽവാസികൾ ഒരാൾ വന്നു, ഞങ്ങളെല്ലാവരും കൂടി പിടിച്ച് അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അച്ഛൻ ഇവിടെ വീട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണ് പിന്നെ പറയുന്നത്, പോലീസുകാരാന്ന് പറഞ്ഞ് ഇങ്ങനത്തെ തോന്നിവാസമൊന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ അയാൾ വീണ്ടും വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറിയിട്ടാണ് അയാൾ പിന്നെ അച്ഛനെ താഴേക്ക് വലിച്ചിടുന്നത്. ഞങ്ങൾ 2 തടയാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളെ 2 അയാൾ തള്ളിയിട്ടു. അതിൻ്റെ ഒന്നും ഒരാവശ്യം അയാൾക്ക് ഉണ്ടായിട്ടില്ല. ഒരു വനിതാ പോലീസ് വരെ അയാൾ കൂടെ ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ അവർ ഞങ്ങളെ ദേഹത്ത് കൈവച്ചത്? ഞങ്ങൾ 2 സ്ത്രീകൾ, ഇതൊരു വിധവയാണ്. ഇവർ അധ്വാനിച്ചിട്ടാണ് ഇവരെ മക്കളെ പോറ്റുന്നത്. ഞങ്ങൾ കുറേ ദിവസം ഞങ്ങളും ഹോസ്പിറ്റലിലായിരുന്നു, ഞങ്ങളും ഡോക്ടറെ കാണിച്ചിട്ട് ഞങ്ങളും ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു. അല്ല, ഇതിപ്പം ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ പരാതി കൊടുത്തോ? അപ്പോൾ പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ SP-ക്കും SMS-ലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അച്ഛനൊരു പേഷ്യൻ്റ് ആയിരുന്നു. അച്ഛൻ ആദ്യമേ പേഷ്യൻ്റാണ്. അച്ഛന് ബൈപ്പാസ് സർജറി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചികിത്സയിലാണ്. ഇപ്പോഴും മരുന്നിലാന്ന് അച്ഛൻ പോകുന്നത്. ദിവസവും വൈകുന്നേരം ആയാലും അച്ഛന് ദേഹം മൊത്തം വേദനയൊക്കെ ആയിട്ട് മരുന്നൊക്കെ തേച്ച് അങ്ങനെ കഴിയുന്ന ഒരു അച്ഛനാണ്. ആരെ കാര്യത്തിലും പൊതുവെ ഇടപെടാത്ത ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഈ ഒരു SIക്കെതിരെയാണ് നിങ്ങളുടെ ആരോപണം? വേറെ പോലീസുകാരൊന്നും ഇല്ല, അവരൊന്നും ചെയ്തിട്ടില്ല. അവർ ആ ജീപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് അവർ സാറേ വിട് സാറേ എന്നാണ് പറയുന്നത്. SIയോടാണ് അവർ പറയുന്നത്, വിട് സാറേ എന്ന്. അവർ പറയുന്നത് അവർ കേൾക്കുന്നില്ല. അങ്ങനെ ഒരു SI ആയിരുന്നു. SI ആക്രമിക്കുകയായിരുന്നു. ഒരു കൊട്ടേഷൻ സംഘം വന്ന പോലെയാണ്. ഇപ്പം കള്ളന്മാരെയല്ല പേടിക്കേണ്ടത്, പോലീസുകാരെയാണ് ഇപ്പം പേടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം നാട്ടിലുള്ളത്. ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാരെ എങ്ങനെയാണ് ഇവിടെ ജീവിക്കൽ? ഞാനും എൻ്റെ അച്ഛനും 2 പെൺകുട്ടികളാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. ഈ അച്ഛൻ്റെ ധൈര്യത്തിലാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. ഈ 2 പെൺകുട്ടികളെയും കൊണ്ട് ഞങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഈ നാട്ടിൽ ജീവിക്കുക? പുതിയ പറഞ്ഞതനുസരിച്ച് വലിയൊരു ആക്രമണം തന്നെയാണ് നടന്നത്. ബൈപ്പാസ് സർജറി ഉൾപ്പെടെയുള്ള ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ആളായിരുന്നു ഈ കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി. ജാതീയപരമായ പരാമർശം നടത്തിയെന്നുൾപ്പെടെ ഈ പരാതിയിൽ പറയുന്നു. എന്തായാലും മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ SP-ക്ക് അടക്കം കംപ്ലൈന്റ് പോയിട്ടുമുണ്ട്. ഓക്കെ, ഈ പരാതിന്മേൽ തുടർ നടപടികൾ എന്താകുന്നു എന്നതുകൂടി അറിയേണ്ടിയിരിക്കുന്നു. നമുക്ക് ആ പോലീസിന്റെ ഭാഗത്തു നിന്നും എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് എത്തിയത്, എന്തിനാണ് ഈ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ഈ പരാതിക്കാരനെ ആക്രമിച്ചത്, SI ആളുമാറി ആക്രമിച്ചുവെങ്കിൽ SI അജയ് എസ് മേനോന്റെ പ്രതികരണം കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് തത്സമയം ചേർന്നത്.